ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗെയിം തരാൻ പോവാണ്. ആ ഗെയിമിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹവും ദേഷ്യവും നിങ്ങളുടെ മനപ്പൊരുത്തവും ഒക്കെ അറിയിക്കേണ്ടത്. അപ്പൊ നമ്മുടെ വാശിയേറിയ മത്സരത്തിന് വേണ്ടി ഇതാ ഇവിടെ ജയദേവും ലക്ഷ്മിപ്രിയയും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഗെയിം എന്താണെന്ന് കൂടെ നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരണ്ടേ? അങ്ങോട്ട് നോക്കുമ്പോ 3 കുപ്പികൾ കാണാലോ. എന്നെ പോലുള്ള 3 ബോളുകൾ കണ്ടല്ലോ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ചിരിക്കുന്ന മുഖം ആ ബോൾ വെച്ച് അടിച്ച് തകർക്കണം. എറിഞ്ഞു വീഴ്ത്താൻ ആരാണ്? ലക്ഷ്മി പിടിക്കുകയാണ്. ഞാൻ എറിഞ്ഞതിൽ ആകെ വീണ വസ്തു അത് മാത്രമാണ്. വേറെ ഒരു സാധനം ഞാൻ എറിഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. 1.5 ലക്ഷം തന്നെയായിരുന്നു. അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഗെയിമിന്റെ പേരും കൂടി അങ്ങനെ ഇടാം, ലക്ഷ്യം. ലക്ഷ്യം എന്ന ഗെയിം നമ്മൾ കളിക്കാൻ പോവാണ്. റൂൾസ് റെഗുലേഷൻസ് മനസ്സിലായോ? ഇപ്പൊ ജയശേട്ടനെ കളിക്കുന്നത്, ജയശേട്ടൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ ബാസ്കറ്റിലുള്ള ബോൾസ് കുറച്ചുണ്ട്, 10 ബോൾസ് ഉണ്ടാവും. അത് തീരുന്നവരെ എങ്ങനെയെങ്കിലും ആ 3 സ്മൈലീസ് താഴെ ഇടണം. അപ്പൊ തുടങ്ങിയാലോ? യെസ്. അപ്പോ നമ്മൾ ആ ലക്ഷ്യം എന്ന് പറയുന്ന ഗെയിമിലേക്ക് കടക്കാൻ പോവാണ്. ജയശേട്ടൻ തന്നെ ആദ്യം കളിക്കും. ഓക്കെ. ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞില്ല എറിയാനുള്ള പിടിക്കുന്നു. പക്ഷെ അടുത്തവരെ വന്നിട്ടാ പോകുന്നത്. ഒന്ന് കിട്ടി. അതെ. എന്തായാലും പറഞ്ഞ് നമ്മള് ബോൾസ് തീരുന്നവരെ എറിഞ്ഞ് വീഴ്ത്തണം എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ ഒരു സ്മൈലി ബോൾ തകർത്ത് താഴെ ഇട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു തയ്യാറെടുപ്പ് ഇല്ലാണ്ട് എറിയാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. പറ്റില്ല. ഓ, പ്രാക്ടീസ് ഒക്കെ വേണം. ഇത് സാധാരണ പെണ്ണുങ്ങളെ വളയ്ക്കുന്ന പോലെ ഈസി അല്ലാന്ന് മനസ്സിലായോ? നീ എന്റെ ഭാര്യയുടെ സ്വഭാവം കാണിക്കരുത്. അടിപൊളി. അപ്പൊ ചേച്ചിയോട് നമുക്ക് നോക്കണം നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ എറിയൽ എങ്ങനെയുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ലക്ഷ്മി ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. തകർക്കാം. മ്യൂസിക്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അടുത്തെത്തി. പറ്റും. ലക്ഷ്മി കറക്റ്റ് ആണ്. അങ്ങനെ തന്നെ. അത് ഞാനാണെന്ന് വിചാരിക്കും. എന്തോ എങ്ങനെ കൊണ്ടു ജയദേവേട്ടന് പ്രാർത്ഥിക്കൂ. ഓം ജയദേവായ നമഃ. ഓം ജയദേവായ നമഃ. പണി വരുന്നുണ്ടവറാച്ച. 2 ബോള് വീഴ്ത്തിയിരിക്കുകയാണ് ലക്ഷ്മി പ്രേജ്. ലക്ഷ്യമില്ല എന്ന് പറഞ്ഞിട്ടും ഈ ലക്ഷ്യം എന്ന് പറഞ്ഞ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലക്ഷ്മി പ്രിയാണ്. പക്ഷെ എന്താണോ പിന്നെ ജയദേവായ നമഃ എന്ന് പറയുന്ന മന്ത്രം അല്ലാതെ എന്റെ പേരായിട്ട് മാത്രമല്ല, ജയ്ദേവ് എന്ന് പറഞ്ഞാൽ ദൈവം വിജയിക്കട്ടെ. അല്ല, ഭർത്തൃമതിയായ മറ്റു സ്ത്രീകളൊക്കെ അവരവരുടെ ഭർത്താവിന്റെ പേര് വിളിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ ഭർത്താവിന്റെ പേര് വിളിക്കേണ്ട. അത് മാത്രല്ല, ഭാര്യയുടെ ആ ഒരു എന്താ പറയാ, ഒരു ധർമ്മിഷ്ടമാണ്. അപ്പൊ എന്തായാലും ഇതിൽ ജയിച്ചത് ലക്ഷ്മി പ്രിയ ചേച്ചിയാണ്, തോറ്റത് ജയദേവേട്ടനാണ്. അപ്പൊ നമുക്ക് ജയദേവേട്ടന് തീർച്ചയായിട്ടും സമ്മതിച്ചതാണെങ്കിലും തോറ്റതാണെങ്കിലും ഇവിടെ പണിഷ്മെന്റ് ഉണ്ട്. ചേച്ചിക്ക് സമ്മാനമുണ്ട്. ശരിക്കും ലക്ഷ്മി ചേച്ചിക്കല്ല, എന്റെ മാതുക്കുട്ടിക്കുള്ള സമ്മാനമാണ്.